ഏറെ ഞെട്ടിക്കുന്ന ഒരു മരണവാർത്തയാണ് ഇന്നലെ ആലപ്പുഴയിൽ നിന്നും പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും വളരെ ഗൗരവപൂർവ്വം എടുക്കേണ്ട ഒരു വാർത്ത കൂടിയാണിത്. ഇന്നലെ സെക്കൻഡുകൾ കൊണ്ടാണ് നിന്ന നിൽപ്പിൽ യുവാവിനെ വിധി തട്ടിയെടുക്കുന്നത്. ആലപ്പുഴ കൊടുപ്പുന്ന പുതുവൽ വീട്ടിൽ ശ്രീനിവാസന്റെ മകനായ അഖിൽ പി ശ്രീനിവാസനാണ് ഇന്നലെ വൈകുന്നേരം 3 മണിയോടുകൂടി ദാരുണമായി മരണപ്പെട്ടത്. കുടുംബത്തിന്റെ ആശ്രയമായിരുന്ന ഒരു യുവാവിനെയാണ് മരണം തട്ടിയെടുത്തത് എന്നത് ഏറെ ഹൃദയഭേദകമാണ്. വെൽഡിംഗ് തൊഴിലാളിയായ അഖിൽ കൊയ്ത്തു കഴിഞ്ഞ പുത്തൻവരമ്പിനകം പാടത്ത് കൂട്ടുകാർക്കൊപ്പം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കളിക്കിടയിലാണ് അഖിലിന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരുന്നത്. തുടർന്ന് ഫോണെടുത്ത് സംസാരിച്ച് നിൽക്കുകയായിരുന്നു അഖിൽ. ഈ സമയത്ത് ശക്തമായ ഇടിയും മിന്നലും ഉണ്ടായിരുന്നു. ഇതിനിടെ അഖിലിനും മിന്നലേൽക്കുകയായിരുന്നു. ശരീരത്തിൽ മിന്നലേറ്റതോടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും പൊട്ടിത്തെറിച്ചു. അഖിലിന്റെ ചെവിയുടെയും തലയുടെയും നെഞ്ചിന്റെയും ഭാഗത്ത് പൊള്ളലേറ്റു. ഉടനെ എടത്വയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകുകയും അവിടെ നിന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അഖിലിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്തിനും മിന്നലേറ്റിട്ടുണ്ട്. എന്നാൽ ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. ഇടിമിന്നലിനെ ലാഘവത്തോടെ കാണുന്നത് വൻ അപകടങ്ങൾ വരുത്തുന്നതാണ്. മിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കും. കൂടാതെ ഉയർന്ന പ്രദേശങ്ങളിൽ നിൽക്കുന്നവർക്കും ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കുന്നതും അപകടകരമാണ്. ഇവിടെ പലരും മൊബൈൽ ഫോൺ വഴിയാണ് മിന്നലേറ്റത് എന്ന തരത്തിലുള്ള വാർത്തകൾ നൽകിയിരുന്നു. എന്നാൽ അത് തികച്ചും തെറ്റാണ് എന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. മൊബൈൽ ഫോൺ ഇടിമിന്നലിനെ ആകർഷിക്കുമെന്നാണ് പലരുടെയും വിശ്വാസം. മൊബൈൽ ഫോണുകളുടെ സിഗ്നലുകൾ എത്തുന്നത് തരംഗ രൂപത്തിലായതുകൊണ്ട് തന്നെയാണ് പലരും അങ്ങനെ വിശ്വസിക്കാൻ കാരണം. എന്നാൽ മൊബൈൽ ഫോണിൽ സിഗ്നലുകൾക്കായി ഉപയോഗിക്കുന്നത് വൈദ്യുത കാന്തിക തരംഗങ്ങളിലൊന്നായ റേഡിയോ തരംഗങ്ങളെയാണ്. ഈ തരംഗങ്ങളിലൂടെ ഒരിക്കലും വൈദ്യുതി കടന്നുപോകില്ല. അതായത് മിന്നൽ ഒരിക്കലും ഈ റേഡിയോ തരംഗങ്ങൾ വഴി മൊബൈലിലേക്ക് എത്തില്ല എന്ന് സാരം. അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരൻ തുറസായ സ്ഥലത്ത് നിന്നതുകൊണ്ടാണ് ഇടിമിന്നൽ ഏറ്റത് എന്നത് വ്യക്തമാണ്. അത് ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ ആയി എന്നത് മാത്രം. മിന്നലിന്റെ ആഘാതത്തിൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടപ്പെടുകയോ ഹൃദയാഘാതം വരെ സംഭവിക്കാനോ ഇടയുണ്ട്. മിന്നലാഘാതമേറ്റ ആളിന്റെ ശരീരത്തിൽ പിന്നെ വൈദ്യുത പ്രവാഹം ഉണ്ടായിരിക്കില്ല എന്ന് മനസ്സിലാക്കണം. അതിനാൽ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകുവാൻ മടിക്കരുത്. മിന്നലേറ്റ് കഴിഞ്ഞാൽ ആദ്യ 30 സെക്കൻഡ് സുരക്ഷയ്ക്കായുള്ള സുവർണ നിമിഷങ്ങളാണ്. മിന്നലേറ്റ ആളിന് ഉടൻ വൈദ്യസഹായം എത്തിക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.